ഇന്ത്യയിലെ ഏറ്റവും മികച്ച എയർലൈൻ്റെ പ്രവർത്തനം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. വിസ്താരയുടെ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നു. ഇന്നലെ മാത്രം 50 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ന് ഇതിനോടകം കണക്ക് 40 പിന്നിട്ടിട്ടുണ്ട്. 160-ലധികം വിമാനങ്ങളാണ് പ്രതിദിനം വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി, മുംബൈ പോലെയുള്ള വ്യോമഗതാഗതത്തെ ഏറെ ആശ്രയിക്കുന്ന തിരക്കേറിയ സെക്ടറുകളിൽ പോലും രക്ഷയില്ല. ആളുകളിലേക്ക് വിവരം കൃത്യമായി എത്തിക്കാത്തതിൽ വിമർശനവും നേരിടുന്നുണ്ട്. ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് സെക്ടറുകളിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള വിമാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതോടെ വിശദീകരണം തേടിയിരിക്കുകയാണ് കേന്ദ്രം. തിരിച്ചടിയായത് ജീവനക്കാരുടെ കൂട്ടത്തോടെയുള്ള ലീവാണ്. പൈലറ്റുമാരടക്കം ജീവനക്കാരെല്ലാം കൂട്ടത്തോടെ സിക്ക് ലീവിന് അപേക്ഷിച്ചു അവധിയിൽ പ്രവേശിച്ചു. വിമാനം പറത്താൻ ആളില്ലാതെ വന്നോടെ കൂട്ടത്തോടെ പലതും റദ്ദാക്കേണ്ടി വന്നു. പുതുക്കിയ ശമ്പള ഘടനയാണ് വില്ലനായത്. ടാറ്റ ഗ്രൂപ്പിന് കീഴിലാണ് ഇന്ത്യയിൽ എയർ ഇന്ത്യയും വിസ്താരയും എയർ ഇന്ത്യ എക്സ്പ്രസും ഉള്ളത്. കുറച്ച് മാസങ്ങൾക്കപ്പുറം വിസ്താരയും എയർ ഇന്ത്യയും ലയിക്കും. ആ ലയനത്തിന് മുന്നേ തന്നെ പുതുക്കിയ ശമ്പള ഘടന നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി പൈലറ്റുമാർക്കെല്ലാം ഒരു ഷോർട്ട് നോട്ടീസ് മെയിൽ വന്നു. അംഗീകരിക്കാത്തവർക്ക് പ്രത്യേകം ആനുകൂല്യങ്ങൾ ഉണ്ടാവില്ല. ഭാവിയിൽ ലയനത്തിന് ശേഷം അവർക്കെല്ലാം ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. ഈ ലയനത്തിന് ശേഷം എയർ ഇന്ത്യയുടെ 25% ഷെയറുകളും സിംഗപ്പൂർ എയർലൈൻസിന് സ്വന്തമായി മാറുകയും ചെയ്യും. ആ ഒരു നടപടികൾക്കെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ജീവനക്കാർ കൂട്ടത്തോടെ അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എയർ ഇന്ത്യയും വിസ്താരയും നടത്തുന്നുണ്ട്. വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്ന സമയത്ത് A320 പോലെയുള്ള ചെറു വിമാനങ്ങൾക്ക് പകരം ബോയിങ് 787 പോലെ 350-ലധികം ആളുകളെ വഹിക്കാൻ സാധിക്കുന്ന വലിയ വിമാനങ്ങൾ ആ സെക്ടറുകളിലേക്ക് നിയോഗിക്കപ്പെടുത്തും. അതിലൂടെ 2-3 വിമാനങ്ങൾക്ക് പകരം ഒരൊറ്റ സർവീസായി നടത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങളിലേക്കും വിസ്താര കടന്നിട്ടുണ്ട്. പക്ഷേ ജീവനക്കാരെ മാറ്റി നിർത്തി വിസ്താരയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്.